പിന്നെയും വെൽക്കം. ഇന്ന് നമുക്ക് പഠിക്കാം. എൻ്റെ വ്ലോഗ് കണ്ടല്ലോ. സോ നമുക്കിന്നും പഠിക്കാം. ഇന്ന് ഞാൻ കോളേജിൽ പോയില്ല, പക്ഷെ ഇന്നലെ ഞാൻ ഇവിടെ ഇരുന്ന് പഠിച്ചതുകൊണ്ട് 3 മണിക്കൂർ ഞാൻ പഠിച്ചത് കൊണ്ടും ഞാൻ ഇവിടെ ഇരുന്ന് പഠിക്കാൻ വെച്ചു. സോ ഇന്ന് ഹോസ്റ്റലിൽ തന്നെയാണ് ഇരുന്ന് പഠിക്കുന്നത്. കോളേജിൽ പോണില്ല. രാവിലെ കുളിച്ചു, ഫുഡ് കഴിച്ചു. ഒരു 2 മിനിറ്റോടെ ആവശ്യം എനിക്ക് ഫുഡ് എടുത്തത്. ബിക്കോസ് ഇന്ന് ഞാൻ ലേറ്റായി. കുളിക്കാൻ പോകുന്ന ദിവസം എല്ലാം ലേറ്റ് ആവും. പിന്നെ ഇന്ന് ബ്രെഡും ജാമായിരുന്നു. സോ ഞാൻ എന്തായാലും ട്രൈ ചെയ്ത് ഒരു 2 മിനിറ്റ് മുന്നേ പോകാൻ പറ്റി. സോ ഫുഡ് കഴിച്ചു. ഇനി നമുക്ക് പഠിക്കാം. നോസി ഫൗണ്ടേഷനാണ് ഞാൻ പഠിക്കുന്നത്. നോക്കാം നമുക്ക് എത്ര പഠിക്കാൻ പറ്റും. കഴിച്ചിട്ട് നേരെ ഇവിടെ വന്നിരുന്നു. ബിക്കോസ് സമയം ഒന്നും കളയണ്ടെന്ന് വെച്ചാൽ ഇനി കുറച്ച് ദിവസമേ ഉള്ളൂ പുറത്തൊക്കെ പോകാൻ. നമുക്ക് ഇവിടെ നിന്ന് തന്നെ വീഡിയോ എടുക്കാം. കരുതി പുറത്ത് പോവാം, കുറച്ച് നേരം ഇവിടെ ഇരിക്കാം ഇന്നലത്തെ പോലെ. പക്ഷേ എന്തിനാ അത് സമയം കളയുന്നത്? സോ നമുക്ക് പഠിക്കാം. എന്നെപ്പോലെ പഠിക്കാൻ ബുദ്ധിമുട്ടുന്ന ആരെങ്കിലും ഉണ്ടോ? അത് നോസി ഫൗണ്ടേഷൻ 30 ചാപ്റ്റർ ഉണ്ട്. എങ്ങനെ നമ്മൾ 30 ചാപ്റ്റർ പഠിക്കും? സോ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാത്രം പഠിക്കും. പക്ഷെ പിന്നെ എല്ലാം പഠിച്ചില്ലെങ്കിൽ തോന്നൂലേ ഞാനിത് പഠിക്കാനിട്ടാണ്. അത് പ്രശ്നം. എന്നാലും 30 ചാപ്റ്റർ പിള്ളേർ എങ്ങനെ പഠിക്കും? ഇവർക്ക് സിലബസ് കുറച്ചു ഞാൻ പ്രശ്നം. നമുക്ക് പഠിക്കും. എന്തായാലും പഠിച്ചല്ലേ പറ്റുന്നത്ര നമ്മൾ പഠിക്കും. പക്ഷേ എല്ലാം ഞാൻ മറക്കും. അയ്യോ, എക്സാം ആകുമ്പോഴത്തേക്കാൻ എല്ലാം മറക്കും. പഠിക്കാം. ഞാൻ മുടിയൊക്കെ നനഞ്ഞിരിക്കുകയാണ്. ബിക്കോസ് ഞാൻ കുളിച്ചിട്ട് നേരെ മെസ്സിലോട്ടാണ് പോയത്. അവിടെ മുടി അയച്ചിട്ട് പോകാൻ പറ്റില്ല. സോ ഞാൻ നനഞ്ഞ മുടി കെട്ടിച്ചു. സോ പിന്നെ ഞാൻ കഴിച്ചിട്ടു. ഫാൻ ഇടാൻ പറ്റത്തില്ല, തണുക്കും. സോ ഫാനൊന്നുമില്ല, അല്ലാണ്ട് ഉണങ്ങട്ടെ. നമുക്ക് പഠിക്കാം. ഓക്കെ ഗായ്സ്, നമുക്ക് പഠിക്കാം. കമോൺ. ഇപ്പം ഞാൻ 3ാമത്തെ തവണയോ 2ാമത്തെ തവണ എന്നാണ് പറയുന്നത്. കമോൺ ഗൈസ്, പഠിക്കാം. ദിസ് ഈസ് ലാസ്റ്റ്. കമോൺ ഗൈസ്, പഠിക്കാം. ഒന്നും പഠിച്ചില്ലെങ്കിൽ എനിക്ക് പേന കൊടുക്കില്ല. എല്ലാ കളറിലും പേനുണ്ട്. ബിക്കോസ് പേന കാരണം നമ്മൾ എഴുതാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇത്. പിന്നെ ആരും എടുത്തോണ്ട് പോയിരിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ ബുക്കിൽ തന്നെ അറ്റാച്ച് ചെയ്ത് വെക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഐ ഡി യൂസ് ചെയ്യും. വെച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇവിടെ തുടയ്ക്കാൻ വന്ന അമ്മച്ചി വന്നിട്ട് ഫാനിട്ട് ഇവിടെല്ലാം പുള്ളിക്കാരത്തി തുടച്ച് വന്നിട്ട് ഫാനിട്ട്. എന്തൊരു തണുപ്പം. ഇപ്പോൾ ഇവിടെ ഇരിക്കാനും മേല. ഞാൻ മിക്കവാറും പുറത്ത് വെയിലത്തെല്ലാം പോകേണ്ടി വരും. പക്ഷേ ഞാൻ പുറത്ത് പോയി ഇരുന്നാലും ഭയങ്കര തണുപ്പാണ്. അതുകൊണ്ടാണ് പുറത്ത് പോകണം. സമയം പോകും. ഒക്കെ പഠിക്കും. കേസിൻ്റെ ഫ്രണ്ട് പഠിക്കാനായിട്ട് വന്നു. സോ നമുക്ക് പഠിക്കാം. പുറത്തിറങ്ങി കുറച്ച് വെയിൽ കൊള്ളാമെന്ന് വെച്ച്. ബിക്കോസ് അവിടെ നിന്ന് എനിക്ക് തണുക്കുക. പക്ഷേ കലികാലം ഞാൻ വന്നപ്പോൾ വെയിലും ഇപ്പോൾ ഇവിടെ വെയിലുമില്ല. പിന്നെ ഞാനിവിടെ ഇങ്ങനെ നിൽക്കുക. ഗൈസ്, തണുക്കുമ്പോൾ വെയിലത്ത് പോയിരിക്കുന്നത് എല്ലാവരും ഒരു ശീലം. സോ ഞാനിവിടെ വെയിറ്റ് ചെയ്യാം. ഞാൻ ഫുഡൊക്കെ കഴിച്ചു. എന്നിട്ട് പിന്നെ വന്നിരുന്നു ഇവിടെ പഠിക്കുമായിരുന്നു. ഇവിടെ കുറേ പേരുണ്ടായിരുന്നു. സോ അതുകൊണ്ട് ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. ഇനിയും ബാക്കി കുറച്ചുകൂടെ പഠിച്ചിട്ട് ഇപ്പോൾ കിടന്നുറങ്ങാം. ബിക്കോസ് എനിക്ക് ഉറക്കം വരുന്നത് നന്നായിട്ട്. ബട്ട് ഒരു ചാപ്റ്റർ ഞാൻ പഠിച്ചു. ഇനിയും അടുത്ത ഞാൻ പഠിക്കാൻ പോകും. പിന്നെ 4 o'clock ചായ കിട്ടും. ചായ കുടിക്കും. അതെങ്കിൽ പിന്നെ ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ 6 മണിക്കായി പഠിച്ചത്. എൻ്റെ ആവശ്യമുള്ളൂ അല്ലേ. ബട്ട് ഞാനിന്ന് ലൈബ്രറിയിൽ പോകുന്നില്ല. സോ ലൈബ്രറി പോകുന്ന സമയത്ത് നമുക്ക് ഇവിടെ പഠിക്കാം. നമുക്ക് പഠിക്കാം. ഡെയിലി ഞാനിങ്ങനെ സ്റ്റഡി വ്ലോഗിട്ട് ഇങ്ങനെ വെറുപ്പിക്കുന്നുണ്ടെങ്കിൽ സോറി. സമയം വിട്ട് നമുക്ക് അടുത്ത വ്ലോഗിൽ വെക്കാം. ഓക്കെ. ഞാൻ പഠിക്കാൻ പോകുന്നൊരു ചെറിയൊരു ചാപ്റ്ററാണ്. അത് ഒത്തിരി വലുതൊന്നും അല്ല, ചെറിയൊരു ചാപ്റ്റർ. അത് പഠിക്കാം. ഓക്കെ, കം ഓൺ.
കേസ് ഞാനിങ്ങനെ റൂമിൽ വന്നു, ബിക്കോസ് അവിടെ ഫുൾ പിള്ളേരൊക്കെ ഒരു സോ ഭയങ്കര സൗണ്ടായിരുന്നു. ഞാനങ്ങ് പോകുന്നു, ഇനി നമുക്ക് വൈകിട്ട് പഠിക്കാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വ്ലോഗിൽ കാണാം. വൈകിട്ട് പഠിക്കുന്നത് ഇതൂടെ ഞാൻ ഇടുവാണെങ്കിൽ ഒത്തിരി ലെങ്താവും. സോ ബൈ ഗൈസ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ടാറ്റാ.